ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച യുദ്ധം ഇപ്പോൾ 100 ദിവസം പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ യുദ്ധം ആരാണ് നിയന്ത്രിക്കുന്നത്, ആരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത് എന്ന കാര്യത്തിൽ സന്ദേഹം ഉണ്ടാവുകയാണ്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ട്രംപും നെതന്യാഹുവും തമ്മിൽ തന്നെ അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുകയാണ്. ആ യുദ്ധത്തിൻ്റെ പ്രായോജകൻ നെതന്യാഹു മാത്രമാണ് എന്ന കാര്യം അമേരിക്കൻ വലതുപക്ഷം തിരിച്ചറിയുകയാണ്. സംഭാഷണങ്ങൾ ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണം ലബനാനിൽ അഴിച്ചുവിടുന്നത്. ലബനാനിൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണങ്ങളാണ് ഇറാനെ സമാധാന സന്ധി സംഭാഷണങ്ങളിൽ നിന്ന്, പീസ് ടോക്കിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്. ഇതോടെ ട്രംപും നെതന്യാഹുവും തമ്മിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും തർക്കങ്ങളും ഉണ്ടായി. ഇറാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നുവെന്ന് കണ്ടപ്പോൾ ആ തീരുമാനങ്ങളെ അട്ടിമറിക്കാൻ വൈറ്റ് ഹൗസിൽ തന്നെ ഇസ്രായേൽ ചാരപ്രവർത്തനം നടത്തുന്നു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. CNBCയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ ചാരന്മാരുടെ സ്പൈ വർക്കുകൾ വൈറ്റ് ഹൗസിൽ നടക്കുന്നു, പെൻറ്റഗണിൽ നടക്കുന്നു എന്ന സംശയം രേഖപ്പെടുത്തുകയാണ്. നെതന്യാഹു യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഇറാന് നേരെ ആക്രമണം നടത്തുകയാണ്. ഇറാൻ തിരിച്ചും പ്രത്യാക്രമണങ്ങൾ നടത്തുന്നു. ഇങ്ങനെ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള യുദ്ധമായി മാറുന്നു. ട്രംപിന് ഒരു സ്വാധീനവുമില്ലെന്നും ഇസ്രായേൽ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും വ്യക്തമായിരിക്കുകയാണ്. കൂടിപ്പോയാൽ 4 ആഴ്ച, ഇതായിരുന്നു ട്രംപിൻ്റെ യുദ്ധത്തെപ്പറ്റിയുള്ള നിഗമനം. അതിപ്പോൾ 100 ദിവസം പിന്നിടുമ്പോഴും യുദ്ധം അതിശക്തമായി തുടരുകയാണ്. ലബനാനിൽ ഇസ്രായേൽ പിടിമുറുക്കിയിരിക്കുന്നു. ട്രംപിൻ്റെ തത്വദീക്ഷയില്ലാത്ത എടുത്തുചാട്ടം അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ അപകടത്തിൽപ്പെടുത്തിയിരിക്കുകയാണ്. ലോകം സാമ്പത്തിക മാന്ദ്യം കൊണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്. ലോകം വലിയ കഷ്ടത അനുഭവിക്കുകയാണ്.